ഹായ് ഓൾ, നമുക്കിന്ന് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ കണക്റ്റഡ് പോയിൻറ്സും നോക്കാം. നിങ്ങളൊരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസ്സാക്കിയ ദിനം ഏത്? 2023 സെപ്റ്റംബർ 20. ഇതിൽ ഒരു 4 ഡേറ്റ് നമ്മൾ ഓർമ്മിച്ച് വയ്ക്കണം. ഫസ്റ്റ് ഡേറ്റ് 2023 സെപ്റ്റംബർ 19. അതെന്താണ്? വനിതാ സംവരണ ബിൽ ആദ്യമായി പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെട്ട ഡേറ്റാണ് 2023 സെപ്റ്റംബർ 19. പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെട്ട ബില്ലാണ് 128ാം ഭരണഘടനാ ഭേദഗതി ബില്ലായ നാരി ശക്തി അധിനിയം ബിൽ. ഈ ബിൽ അവതരിപ്പിച്ചത് ആരാണ്? ലോക്സഭയിൽ അർജുൻ റാം മേഘ്വാൾ, കേന്ദ്ര നിയമമന്ത്രിയായ അർജുൻ റാം മേഘ്വാൾ. ഇത് ലോക്സഭയിൽ പാസ്സായ ഡേറ്റാണ് 2023 സെപ്റ്റംബർ 20. ലോക്സഭയിൽ പാസ്സായത് 2023 സെപ്റ്റംബർ 20, രാജ്യസഭയിൽ പാസ്സായത് 2023 സെപ്റ്റംബർ 21. ഇത് പ്രസിഡന്റ് സൈൻ ചെയ്തത് 2023 സെപ്റ്റംബർ 28. വനിതാ സംവരണ നിയമത്തിന് കാരണമായ ഭരണഘടനാ ഭേദഗതി 106ാം ഭരണഘടനാ ഭേദഗതി ബില്ല്. 128ാം ഭരണഘടനാ ഭേദഗതി ബിൽ. ഭരണഘടനാ ഭേദഗതി 106ാം ഭരണഘടനാ ഭേദഗതി. നാരി ശക്തി വന്ദൻ അധിനിയവുമായി ബന്ധപ്പെട്ട എല്ലാ പോയിൻറ്സും ഒരു ക്ലാസ് ആയിട്ട് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കാണാൻ ശ്രമിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക ഏത് വർഷത്തെ പരിസ്ഥിതി ദിനത്തിൻ്റെ തീമാണ്? ഓപ്ഷൻ ഡി 2023. എന്നാണ് ലോക പരിസ്ഥിതി ദിനം? ജൂൺ 5. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങൾ, അതാണ് 2023 പ്രമേയം. പ്രീവിയസ് ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചത് പ്ലാസ്റ്റിക് മലിനീകരണത്തെ തോൽപ്പിക്കുക എന്നാണെങ്കിലും അതിൻ്റെ യഥാർത്ഥ പ്രമേയം പ്ലാസ്റ്റിക് മലിനീകരണത്തിനുള്ള പരിഹാരങ്ങൾ. ഏറ്റവും ലേറ്റസ്റ്റ് ആയത് നോക്കണ്ടേ? 2024 പ്രമേയം എന്താണ്? ലാൻഡ് റിസ്റ്റോറേഷൻ, ഡ്രോട്ട് റെസിലിയൻസ് ആൻഡ് ഡിസർട്ടിഫിക്കേഷൻ പ്രോഗ്രസ്. എന്താണ്? ലാൻഡ് റിസ്റ്റോറേഷൻ, ഡ്രോട്ട് റെസിലിയൻസ് മീൻസ് പ്രതിരോധം, ഡിസർട്ടിഫിക്കേഷൻ പ്രോഗ്രസ് മരുഭൂവൽക്കരണം. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ ആതിഥേയത്വം വഹിച്ച രാജ്യങ്ങൾ പറയാം. 2024, 2023, 2022 നമുക്ക് നോക്കാം. 2024 സൗദി അറേബ്യ. തീം എന്തായിരുന്നു? ലാൻഡ് റിസ്റ്റോറേഷൻ, ഡ്രോട്ട് റെസിലിയൻസ്, ഡിസർട്ടിഫിക്കേഷൻ പ്രോഗ്രസ്. 2023 നമ്മളിവിടെ പഠിച്ചത്. അത് എവിടെ വെച്ചാണ് ആതിഥേയത്വം വഹിച്ചത്? ഐവറി കോസ്റ്റ്. എവിടാണ്? ഐവറി കോസ്റ്റ്. തീം സൊല്യൂഷൻസ് ടു പ്ലാസ്റ്റിക് പൊല്യൂഷൻ. എന്നാൽ 2022 ആതിഥേയത്വം വഹിച്ചത് എവിടാണ്? സ്വീഡൻ. എവിടാണ്? സ്വീഡൻ. ഓൺലി വൺ എർത്ത്, ഒരേ ഒരു ഭൂമി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ സാഹിത്യ അവാർഡുകൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. തെറ്റായ പ്രസ്താവനയാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. 2023 വയലാർ അവാർഡ് ലഭിച്ചത് S ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്ക്. 2022 ഓടക്കുഴൽ അവാർഡ് അംബികാസുധൻ മങ്ങാടിന് ലഭിച്ചു. ആൻസർ ഓപ്ഷൻ ബി 2 മാത്രം. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം. അപ്പോൾ 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ ജീവിതം ഒരു പെൻഡുലം. അങ്ങനെയാണെങ്കിൽ 2022 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? S ഹരീഷ്. ഹരീഷിൻ്റെ മീശ എന്ന രചനയ്ക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുത്തച്ഛൻ അവാർഡ് നോക്കാം. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തൻ. 31ാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് SK വസന്തന് ലഭിച്ചത്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? A സേതുമാധവൻ.
ആർക്കാണ്? എ സേതു മാധവൻ. 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് പി വത്സല. പി വത്സലയെക്കുറിച്ച് ഒരുപാട് ചോദ്യം ഈ വരുന്ന എക്സാംസിനെല്ലാം ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പി വത്സലയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചു വയ്ക്കുക. അത് റിലേറ്റഡ് ചെയ്ത് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർ കാണുക. അടുത്ത എന്താ? ഓടക്കുഴൽ അവാർഡ് കൂടി നോക്കാം. 2023 53ാമത് ഓടക്കുഴൽ അവാർഡിന് അർഹനായത് പി എൻ ഗോപി കൃഷ്ണൻ. കവിയായ പി എൻ ഗോപി കൃഷ്ണൻ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. എന്നാൽ 2022 52ാമത് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? അംബിക സുധൻ മങ്ങാട്. അവരുടെ പ്രാണവായു എന്ന കഥാസമാഹാരത്തിനാണ് അവാർഡ് ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLAയുടേതാണ്? ഓപ്ഷൻ എ എം ബി രാജേഷ് കളമശ്ശേരി, പി രാജീവ് ബേപ്പൂർ, പി എ മുഹമ്മദ് റഷീദ് ആറന്മുള, വീണ ജോർജ് തൃത്താല. ആൻസർ ഓപ്ഷൻ ഡി, എല്ലാം തെറ്റാണ്. നമുക്ക് ഓരോരുത്തരുടെ ആയിട്ട് നോക്കാം. എം ബി രാജേഷ് ഓപ്ഷൻ ഡി, തൃത്താലയാണ് ആൻസർ. എം ബി രാജേഷ് തൃത്താല. അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ തദ്ദേശ സ്വയംഭരണം, എക്സൈസ്, പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ഗ്രാമവികസനം, ടൗൺ പ്ലാനിംഗ്, പ്രാദേശിക വികസന അതോറിറ്റികൾ, കില. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് തദ്ദേശ സ്വയംഭരണം, എക്സൈസ്. ബാക്കിയുള്ളതും വായിച്ചു വയ്ക്കുക. പി രാജീവ് കളമശ്ശേരി അദ്ദേഹത്തിൻ്റെ വകുപ്പുകൾ നിയമം, വ്യവസായം, വാണിജ്യം, ഖനനം, ജിയോളജി, കൈത്തറി, തുണിത്തരങ്ങൾ, ഖാദി ഗ്രാമ വ്യവസായങ്ങൾ, കയർ, കശുവണ്ടി വ്യവസായം, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ്. ഏതൊക്കെ? നിയമം, വ്യവസായം, വാണിജ്യം ഇമ്പോർട്ടൻ്റ്, ഖനനം, ജിയോളജി, കൈത്തറി തുണിത്തരങ്ങൾ, ഖാദി ഗ്രാമ വ്യവസായങ്ങൾ, കയർ, കശുവണ്ടി വ്യവസായം, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ്. അടുത്തത് പി എ മുഹമ്മദ് റിയാസ്, റഷീദ് അല്ല, പി എ മുഹമ്മദ് റിയാസ്, ബേപ്പൂർ. പി എ മുഹമ്മദ് റിയാസ് എവിടെയാണ്? ബേപ്പൂർ. ടൂറിസം, പൊതുമരാമത്ത്. അത് 2 വകുപ്പേ ഉള്ളതുകൊണ്ട് നമുക്ക് പഠിക്കാൻ എളുപ്പം. ടൂറിസം, പൊതുമരാമത്ത്. വീണ ജോർജ് ആറന്മുള. ആരോഗ്യം, വനിതാ ശിശുവികസനം. അവരുടെ വകുപ്പുകൾ ആരോഗ്യം, വനിതാ ശിശുവികസനം. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ സി, വാങ്കാരി മാതായി. അപ്പോൾ നമുക്ക് 2023 സമാധാന നോബൽ ജേതാവ് ആരാന്ന് നോക്കാം. ആരാണ്? നർഗീസ് മുഹമ്മദി, ഇറാൻ. ആരാണ്? നർഗീസ് മുഹമ്മദി, ഇറാൻ. അവർ ഒരു ഇറാനിയൻ മനുഷ്യാവകാശ പ്രവർത്തകയാണ്. സമാധാന നോബൽ നേടുന്ന 19ാമത്തെ വനിത. സമാധാന നോബൽ നേടുന്ന എത്രാമത്തെ വനിത? 19ാമത്തെ വനിത. അപ്പോൾ